ഇന്നത്തെ അറിയിപ്പുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ആകെ 1500 ഒഴിവുകളാണ് ഉള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. 30 സെപ്റ്റംബർ 2026 മുമ്പ് ബിരുദം പൂർത്തിയായവരായിരിക്കണം. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. 21 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. SBIയുടെ പ്രൊബേഷണറി ഓഫീസറായി തിരഞ്ഞെടുത്താൽ ഓഫീസർ ലെവൽ തസ്തികയിലാകും നിയമനം. മികച്ച ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം, പ്രൊമോഷൻ എന്നിവ ഉണ്ടാകും. ഇന്ത്യയിലുടനീളം ട്രാൻസ്ഫർ ലഭിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഉയർന്ന പൊസിഷൻസ് വരെ എത്താനും കഴിയും. അപേക്ഷകൾ ജൂലൈ 8 വരെ സമർപ്പിക്കാം. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയോടെ കേരളം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള വരുമാന മാർഗങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചന. പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന പ്രതീക്ഷയിൽ പൊതുജനം. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബജറ്റ് അവതരണമാണ് നാളെ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ധവളപത്രം പുറത്തിറക്കിയ സർക്കാർ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കിഫ്ബിയുടെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വരുമാനം കണ്ടെത്താനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകുമെന്നാണ് സൂചന. നികുതി വരുമാനത്തിനൊപ്പം നികുതി ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത. നികുതിയേതര വരുമാനങ്ങൾ, കേന്ദ്രവിഹിതം എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്. GST വിഹിതം കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് സ്വന്തമായി നികുതി കണ്ടെത്താൻ ചുരുങ്ങിയ മേഖലകൾ മാത്രമാണുള്ളത്. അതിൽ പെട്രോൾ ഡീസൽ നികുതി, ഭൂനികുതി, മദ്യവില, വൈദ്യുതി ചാർജ് എന്നിവ നിലവിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഭൂനികുതി കൃത്യമായി പിരിച്ചെടുക്കലാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം. നികുതിയേതര വരുമാനത്തിൽ കൃത്യമായി ഫീസുകൾ, ഫൈനുകൾ എന്നിവ പിരിച്ചെടുക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. കേന്ദ്രവിഹിതങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നിലപാടും ബജറ്റിൽ വ്യക്തമാക്കിയേക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ക്ഷേമ പെൻഷൻ വർധന, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്നാണ് പൊതുജനം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജവാൻ മദ്യത്തിന്റെ ഉൽപ്പാദനം മുടങ്ങിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M. ലിജു. ഉൽപ്പാദനം പുനരാരംഭിക്കുന്നതിന് 5 ദിവസത്തിനിടെ 28 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത്. ടെൻഡറുകൾ ഉടൻ വിളിക്കാനും മദ്യ ഉൽപ്പാദനം അടിയന്തരമായി പുനരാരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജവാൻ മദ്യത്തിന്റെ ഉൽപ്പാദനം നിലച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ എക്സൈസ് മന്ത്രി മദ്യനിർമ്മാണ പ്ലാന്റിലെ പ്രതിസന്ധി മന്ത്രിയെ അറിയിക്കാൻ വൈകിയത് അന്വേഷിക്കാൻ മന്ത്രി M. ലിജു നികുതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ടെൻഡറുകളുടൻ വിളിക്കാനും മദ്യ ഉൽപ്പാദനം അടിയന്തരമായി പുനരാരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജവാൻ മദ്യത്തിന്റെ ഉൽപ്പാദനം പുനരാരംഭിക്കാത്തതിനാൽ 5 ദിവസത്തിനിടെ 28 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത്. മദ്യം നിറയ്ക്കുന്ന കുപ്പിക്കും അടപ്പിനും വില കൂടിയതാണ് ജവാൻ ഉൽപ്പാദനത്തെ ബാധിച്ചത്. കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും മറ്റിടങ്ങളിൽ നിന്നും കുപ്പിയും അടപ്പും വാങ്ങുന്നതിന് അനുമതി നൽകുന്നതിനും സർക്കാരിനെ മാനേജ്മെന്റ് സമീപിച്ചതായാണ് വിവരം. അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വേണം കുപ്പി എത്തിക്കാൻ. 5 ദിവസമെങ്കിലും ഇതിനു വേണ്ടിവരും. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ചയോടെ വീണ്ടും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. 1 ലിറ്റർ ജവാൻ റമ്മിന് 640 രൂപയാണ് വില. ദിവസവും 90,000 ലിറ്റർ മദ്യമാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 5.76 കോടി രൂപയുടെ കച്ചവടമാണ് പ്രതിദിനം നടക്കുന്നത്. 7 ദിവസത്തെ നഷ്ടം 40.32 കോടി രൂപ വരും. 56 സ്ഥിരം തൊഴിലാളികളും 150 താൽക്കാലിക തൊഴിലാളികളും ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.